എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്. അതെന്ത് പരിപാടി ഇങ്ങനെ ടൈല് എടുത്തോ. അതല്ല ഹെഡായിരുന്നു എൻ്റെ. നീ എടുത്താ ഞാൻ എടുക്കൂല. എന്നാ ഞാൻ ഇടാം. ഓക്കെ. ഹെഡോ ടൈല് എന്തിനാണ് കണ്ണടക്കേണ്ട ആവശ്യം? എടുത്തോ. ഞാൻ ടൈലല്ലോ. ശരിയാണല്ലോ അല്ലേ. പാളിപ്പോയി. ഞാൻ വിചാരിച്ചു ടൈല് തന്നെയാണോന്ന്. അറിയാണ്ട് പറ്റിപ്പോയത്. ഓക്കെ. മാർക്കോ സിനിമയിലേക്ക് രണ്ടുപേരും കൂടി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ജഗദീഷും മാത്യു വർഗീസും. ഇവരിങ്ങനെ നിരന്തരം ഓരോരുത്തരങ്ങനെ വിട്ടോണ്ടിരിക്കും. കാസ്റ്റിംഗ് ആണ്. അല്ല സിനിമയും അത്രയും വലുത് തന്നെയായിരിക്കണം. അതെ. വീട്ടിലെ ലുക്കാട്ടോ ഉണ്ണി പോകുന്നതിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഹെയർ സ്റ്റൈലൊക്കെ അതായത് ഒരു ഉയർന്ന സ്ഥലത്ത് അല്ലേ, ഉയർന്ന പ്രദേശത്ത്, അതൊരു റോഡ് സൈഡിലാണ്. ആരോ വണ്ടിയിൽ പോയപ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ്. അതെ. ഓക്കെ. അടുത്ത കിഴി പുഷ്പ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അനസൂയയുടെ വലുത് കിട്ടിയിട്ടും തെറ്റുന്ന സാധാരണ വലുത് കിട്ടുമ്പോഴാണ് തെറ്റാണ്. എന്തായാലും അനസൂയ അതാ. എന്തായാലും ആൾക്ക് ഇതിൽ കുറച്ച് കൂടുതൽ റോൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഏജ്ഡായിട്ടും തോന്നുന്നുണ്ടല്ലേ. അതായത് അതാ ഒരു ലൈറ്റിങ്ങിന്റെ പ്രശ്നമാണ്. അടുത്തത് ദേവര സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു മെയ് 19. ഫിയർ സോങ്. യെസ്. അനിരുദ്ധാണ് മ്യൂസിക്. എന്തായാലും ഫസ്റ്റ് സിംഗിൾ അത് തകർക്കുമായിരിക്കും അല്ലേ. ഇനി ഭയങ്കര ഓവറാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ. അടുത്ത കിഴി ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവി. ഓക്കെ. സിനിമയിൽ സ്കോർ ചെയ്യുന്നത്, മ്യൂസിക് ചെയ്യുന്നത് ജസ്റ്റിൻ പ്രഭാകരനായിരിക്കും എന്നുള്ളത് നമ്മുടെ അനൂപ് സത്യൻ സ്റ്റോറി ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ. അത് ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ടോ. ഒന്നങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് വരും എന്ന് പറഞ്ഞപ്പം മാത്രമല്ല സത്യനന്ദിക്കാട് ലാലേട്ടൻ മൂവിക്ക് ഒരു പ്രത്യേക, തീർച്ചയായിട്ടും അത് ക്യൂട്ട് സിനിമയാണ്. അടുത്തത് അശ്വത്ഥാത്മ. ഇതിന്റെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, വലുത് കിട്ടുമ്പോ തെറ്റാം ആണല്ലേ. അശ്വത്ഥാത്മ അതിനല്ല കറക്റ്റ്. അശ്വത്ഥാത്മ അത്രയും പോവോ? നമ്മുടെ അശ്വത്ഥാത്മാവില്ലേ, ക്യാരക്ടർ പേരാണത്. ഓക്കെ. എന്താണെങ്കിലും സിനിമയുടെ ബഡ്ജറ്റ് 500 കോടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ചിട്ടുണ്ട്, 200 കോടി ആക്കിയിട്ടുണ്ട്. ഇവർക്ക് പേടി, അതുകൊണ്ട് 500 എന്നുള്ളത് 200 ആക്കി കുറച്ചു. പേടിക്കണം ചില സമയത്ത്. അത് അവരുടെ കണ്ടന്റിൽ അവർക്കില്ലാത്ത വിശ്വാസം. അല്ല, 500 കോടിക്കൊക്കെ സിനിമ ഇറക്കുമ്പോഴേ 500 കോടിന്റെ ഒക്കെ എത്ര സിനിമകൾ. കപൂറിന്റെ ഒരു സിനിമ 200 കോടിയെങ്കിലും എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ? അത് പറയാൻ പറ്റൂല. ഇല്ല. അല്ല, നല്ലതാണെങ്കിൽ അങ്ങ് എത്തും. അതെ, അതല്ലേ, അതാണല്ലോ സംഭവിക്കുക. നല്ല സിനിമ ഞാൻ ജയിച്ചു മോനെ. ഏറ്റവും വലുത് അഭിരാമി. ഗായത്രി സുരേഷ്. അതെ, ഗായത്രി സുരേഷ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ആദ്യം പറഞ്ഞിരുന്നത് ജൂലൈ 24-നായിരുന്നു. ഇപ്പം അത് മാറ്റിയിട്ട് ജൂൺ 7-നാക്കിയിട്ടുണ്ട്. ഓക്കെ. അല്ല, മെയ് 24-നായിരുന്നു. അത് ജൂൺ 7. അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, ഞാൻ മാസം മാറിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇടക്കിടക്ക് മാസം തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. മാസം തെറ്റാൻ പാടില്ലല്ലേ. തെക്ക് വടക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പ്രേംശങ്കറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ വിനായകനും. വീഡിയോ ആണോ? യെസ്, വീഡിയോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. യെസ്. ഓക്കെ. അടുത്തത് ജിത്തു ജോസഫ് ഫഹദ് ഫാസിൽ മൂവി. ഓക്കെ. E4 എൻ്റർടൈൻമെൻറ്റ്സ് സിനിമ നിർമ്മിക്കും. നമ്മുടെ ശാന്തി മായാദേവി സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കും. നേരിന് ശേഷം ഇവരൊരുമിക്കുന്ന സിനിമയാണ്. അതായത് ജിത്തു ജോസഫും ശാന്തി മായാദേവി. ഫഹദും ജിത്തു ഇതുവരെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് വരുന്ന സിനിമ. നന്നാവും. ത്രില്ലർ ആയിരിക്കുമെന്ന് അറിയില്ല, നോക്കാം. അടുത്തത് ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം.
സിനിമയുടെ VFX വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലോല VFXന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. വരട്ടെ. സെപ്റ്റംബർ റിലീസാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അടുത്ത കിഴി ലെവൽ ക്രോസ്. ലെവൽ ക്രോസ് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ജൂൺ 14 എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ ഉടനടി എത്തിയേക്കാം, പറയാൻ പറ്റില്ല, നോക്കാം. ജൂൺ 14 ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് വളരെ നന്നായിരിക്കും. ജൂൺ 14 കുറേ സിനിമകൾ. എന്തായാലും ജിത്തു ജോസഫിൻ്റെ പ്രസൻസിൽ വരുന്ന സിനിമയാണ്. നമ്മുടെ അമല പോളിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, ഓക്കെ. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഓക്കെ, അടുത്ത കിഴി വിജയ് സേതുപതി 51. വിജയ് സേതുപതിയുടെ 51ാമത്തെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ടൈം വന്നിട്ടില്ല, ഇന്നുണ്ടാവും. അറുമുഖകുമാർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ആള് തന്നെയാണ്. ആളാണ് പ്രൊഡ്യൂസർ, ആളാണ് ഇതിന്റെ എഴുത്ത്. ഓൾ ഇൻ ഓൾ ആള് തന്നെ. ഇതിൽ വല്ല അഭിനയിക്കുന്നുണ്ടോ അതും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും സിനിമയുടെ അനൗൺസ്മെന്റ് ഇന്നുണ്ടാവും, നോക്കാം. ഓക്കെ, അടുത്ത കിഴി ടർബോ. ടർബോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയുടെ ടോട്ടൽ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. സിനിമ ഇനി റിലീസ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഫിനിഷ്. ഇന്നലെ പറയാൻ മറന്നുപോയതാണ്. ഇപ്പൊ ടർബോ പറഞ്ഞപ്പോ പറഞ്ഞ കേട്ടോ. ഇന്നലെ സിനിമേന്റെ, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ കാണുന്നതിന്റെ ഇടയ്ക്ക് ട്രെയിലർ വന്നായിരുന്നു. മോനെ, പക്ഷെ ഞാൻ കണ്ടത് ആളില്ലാത്ത സ്ക്രീനിലാണ്. അതായത് ഞങ്ങൾ ടോട്ടൽ 8 പേരെ ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഹൃദയഹാരിയായ പ്രത്യേകതക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് കണ്ടത്. പക്ഷെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ വേറെ, അതായത് ഒരു തിയേറ്റർ സ്റ്റഫാണ് എന്നുള്ളത് നമുക്ക് പ്രോമിസ് ചെയ്യുന്ന പോലെയാണ് തിയേറ്ററിൽ നിന്ന് ആ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ളിൽ തോന്നി കേട്ടോ. കാരണം ഇത് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണേണ്ട സിനിമയാണെന്നുള്ളൊരു തോന്നൽ വന്നു. പടം വിജയിക്കുവോ അല്ലെങ്കിൽ ഭയങ്കര ഹിറ്റ് ആകുമോ എന്നുള്ളതല്ല, പക്ഷെ തിയേറ്ററിൽ അങ്ങനെ കാണേണ്ട ഒരു സാധനം പോലെയാണ് തോന്നിയത് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ. ഞാൻ ശരിക്കും മിസ് ചെയ്തു. അത് ശരിക്കും ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഇവന് അടുത്തില്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് ആയിക്കുന്നത്. അത് ഇന്നലെ പിന്നെ ആരും ഇല്ലായിരുന്നു, നീ മാത്രല്ല. പറയാൻ സമ്മതിക്കും. ഇന്നലെ റിവ്യൂ പറഞ്ഞപ്പോ തന്നെ പറയണമെന്ന് വിചാരിച്ചോണ്ടിരുന്ന സാധനമാണ്, പക്ഷെ മറന്നുപോയത്. അത് ഇന്നലെ അതും കൂടി ആയിരുന്നെങ്കിൽ തികഞ്ഞേനെ. അതായത് ഇവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എന്താ അറിയാം, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ റിവ്യൂ ഇട്ടു. അതിന് താഴെ കുറച്ച് ആൾക്കാരുടെ കമന്റ്സ്, അതായത് ഇവരിതിന് നെഗറ്റീവ് പറയുന്നത് ടർബോ വിജയിപ്പിക്കാനാണെന്ന്, അതിന് മുൻകരുതലാണെന്ന്. എടാ, അങ്ങനെ പറയുന്നവരോട് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒറ്റ സാധനമുള്ളൂ, എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവര് ഈ കമന്റ് ഇടുന്നതിലൂടെ അവർക്കൊരു മനസ്സുഖം കിട്ടുമല്ലോ, അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ അതെന്താണ്, അതെങ്ങനെയാണ് ഉദ്ദേശം? അതായത് ഈ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞാൽ ആ സിനിമ വിജയിക്കുന്നതാണോ? അതെങ്ങനെയാന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സത്യം പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ അവറേജും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സിനിമയുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്, അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അത്ഭുതമാണ് ഓരോരുത്തരും ഇതിനെ കുറിച്ച് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു കുറവുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ പ്രശ്നമാണ്. ഇവര് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബ്രഹ്മയുഗം അതിനേക്കാളും കളക്ട് ചെയ്ത് ഭയങ്കര സബ്ബോയിന്റെ സിനിമയാണ്. അതായത് ബ്രഹ്മയുഗത്തെ പൊക്കാൻ വേണ്ടിയിട്ട് മഞ്ഞുമലിനെ നെഗറ്റീവ് പറഞ്ഞത് എന്താ, എങ്ങനെയാ സംഭവിക്കുക? ഒരിക്കലും ഒരു ഐഡിയ കിട്ടാതാണ്. പിന്നെ അതൊക്കെ പോട്ടെ, അതിനുശേഷം ഒരു കമന്റ് ആവേശം മോശം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. ഞങ്ങള് ആവേശം 2 റിവ്യൂ ഇട്ടിട്ടുണ്ട്. 2 റിവ്യൂ കിഡിലൻ എന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് 2 ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവര് കിങ് ഓഫ് കൊത്ത പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരാണ്. കിങ് ഓഫ് കൊത്തയുടെ റിവ്യൂ അവിടെ കിടക്കുന്നുണ്ട്. ഇനി അത് പോട്ടെ, വേറെ കോമഡിയുണ്ട്. ഈ മമ്മൂട്ടി സിനിമ പുകഴ്ത്താനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെങ്കിൽ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഒരേ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുള്ളൂ യൂട്യൂബില്. അത് ഞങ്ങൾക്ക് മാത്രമാണ് ആ സിനിമ ഇഷ്ടപ്പെടാം. അത് എനിക്ക് ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു സാധനം. ഇതൊക്കെ എനിക്ക് തോന്നി, അതാ പറഞ്ഞ മനഃപൂർവ്വം അല്ല. അതിൽ മമ്മൂട്ടിനല്ലേ, മമ്മൂട്ടി അത്രത്തോളം വാഴ്ത്തിയതാണ്. എല്ലാ റിവ്യൂ, മറ്റുള്ള എല്ലാ റിവ്യൂ നോക്കിക്കോളൂ, എല്ലാം പോസിറ്റീവ് വന്നതാണ്. ഞങ്ങൾ മാത്രം നെഗറ്റീവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതും പൊക്കണമെങ്കിൽ അതും നന്നായിട്ട് പറഞ്ഞുകൂടായിരുന്നു. അത് നമുക്ക് ഇനിയിപ്പോ ഇപ്പോഴും പറയുന്നുണ്ട് ടർബോനെ കുറിച്ച് ഇത്രയും വീഡിയോസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമ്മളെല്ലാ സിനിമകളും, കുറച്ച് ഹൈപ്പുള്ള സിനിമകൾ ഏത് വന്നാലും അതിന്റെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നും ഞങ്ങൾക്ക് തന്നെ പണി. അതെ, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് വിലയിരുത്തുന്ന, സിനിമയെ കുറിച്ച് പറയുന്ന ചാനലാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ
വ്യൂവർഷിപ്പ് നമ്മൾ നോക്കും, പിന്നെ ഭയങ്കര വൈബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത്, പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം വരണ്ടേ, കണ്ടന്റ് വരുന്നതിനനുസരിച്ചല്ലേ നമ്മൾ വീഡിയോ ചെയ്യുക. അത് കണ്ടിട്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നുന്നെങ്കിൽ ഇപ്പൊ മമ്മൂക്ക സിനിമ വരാൻ പോകുന്നു ടർബോ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മൾ പറയുന്നത്. സിനിമ കാണുന്ന സമയത്ത് നമുക്കത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതില്ലാന്ന് തന്നെ പറയും. അതിനകത്ത് ഒരാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകണ പരിപാടിയൊന്നുമില്ല. ആരുടെ സിനിമയിലാണെങ്കിലും അങ്ങനെ തന്നെ, അത് നോക്കിയാലും അറിയാം. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ അതിലെ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, ഓപ്പണായിട്ട് പറയാം. അതെ, പ്രൊഡ്യൂസറുമായിട്ട് തന്നെ ബന്ധമുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജിത്തുമായിട്ട് ഞങ്ങൾ ആളോട് സോറി പറഞ്ഞിട്ടാണ് റിവ്യൂ ഇട്ടുള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവരോട് ബന്ധം കാരണം ഞങ്ങളത് നന്നായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ഓപ്പണായിട്ട്, അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് ഏതാണ്ട് എല്ലാവരോടും നല്ല അത്യാവശ്യം നല്ല പരിചയമുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സിനിമേന്റെ കാര്യം പറയുമ്പോൾ നമ്മളും പറയുന്നത് അത്ര തന്നെ ഉള്ളൂ. നമ്മള് പ്രമോഷന്റെ സമയങ്ങള് അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ പറയും. അവരൊന്നും തന്നിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളെല്ലാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അടുത്ത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അവര് പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഒന്നും ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവ്യൂ എല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ട് ഒരാളെ പ്രത്യേകം എടുത്തു കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ മാത്രം പറയാം, ഞങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണ് ഞങ്ങൾ പറയാറുള്ളത്. മലൈക്കോട്ടെ വാലിബന്റെ സമയത്തൊക്കെ എത്ര വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ആ സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളതിന്റെ വേദന. റിവ്യൂ ചെയ്യുന്ന സമയത്ത് ശരിക്കും തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യം അത് നമ്മുടെ മനസ്സിൽ തട്ടി പറഞ്ഞ സാധനം തന്നെയാണ്. അതായത് അത്ര വിഷമത്തോടെ ഒരു റിവ്യൂ ചെയ്യാൻ ഞങ്ങൾ വന്നിരുന്നിട്ടില്ല. കാരണം അതാ മുഖത്ത് കാണാം. അതിന്റെ തലേ ദിവസം വരെ നമ്മൾ സംസാരിച്ച് വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം അത് പിറ്റേ ദിവസം അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ അതേപോലെ പറഞ്ഞു. അത് ഇനി ഏത് വലിയ സിനിമാക്കാർ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് എന്താണോ സിനിമ കണ്ടിട്ട് തോന്നുന്നത്, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയും. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത കിഴിയിലേക്ക് പോവാം. സൂര്യ 44 സന്തോഷ് നാരായണൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂജ ഹെഗ്ഡെ ഓൺ ബോർഡ് വന്ന സിനിമയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതൊരു സത്യം, ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പക്ഷെ കാർത്തിക് സുബ്രാജ് ആണല്ലോ, അതുകൊണ്ട് ആ ഒരു സമാധാനത്തിന് നിൽക്കാം, ആ ഒരു വിശ്വാസം. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് ജൂൺ 2-ാം തീയതി തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. അതും ആൻഡമാനിൽ വെച്ചിട്ട് ഫസ്റ്റ് ഷെഡ്യൂള്. ഓക്കെ, ജൂൺ 2 എന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് തെറ്റിയത്, ചെന്നൈ എന്നുള്ളത്. മറ്റേ ഗൗതം മേനോൻ മമ്മൂട്ടി സിനിമേനെ അതങ്ങോട്ട് മാറിയതാണ്, ചെന്നൈയിലേക്ക് വരും എന്നുള്ളത് കേട്ടായിരുന്നു. എന്തായാലും ആൻഡമാനിലാണ് 40 ദിവസത്തെ ഷൂട്ടൊക്കെയാണെന്നൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ. ഓക്കെ, അടുത്ത കിഴി ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ സോഷ്യൽ മീഡിയ റൂമേഴ്സ് വെച്ച് പറയാണ് 3.75 CR ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി വന്നിട്ടില്ല, ഫേസ്ബുക്കുകളിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുള്ള കളക്ഷൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.